നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധി സംഘവുമായി നടന്ന ചർച്ചകൾ അവസാനിച്ചു. തങ്ങളുടെ രണ്ട് ആവശ്യങ്ങളോട് കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചതായി ചർച്ചയ്ക്ക് ശേഷം CJP അറിയിച്ചു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ച് തീരുമാനം ആയിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സമയം തേടിയിട്ടുണ്ടെന്നും നാളെ വീണ്ടും ചർച്ച നടക്കുമെന്നും CJP പറയുന്നു. വിദ്യാർത്ഥികളെ കേൾക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പിന്മേൽ 26 ദിവസം നീണ്ടുനിന്ന ഉപവാസ സമരം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് വ്യാഴാഴ്ച അവസാനിപ്പിച്ചിരുന്നു. തുടർന്നാണ് CJP പ്രതിനിധികളുമായി ഉച്ചയ്ക്ക് 12:00 കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയത്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. CJP വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരാണ് CJPയുടെ പ്രതിനിധികളായി ഈ ചർച്ചയ്ക്ക് എത്തിയത്. വിദ്യാഭ്യാസ മന്ത്രി രാജി വയ്ക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായി രണ്ടാം ഘട്ട ചർച്ചയാണ് ഇന്ന് നടന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, പ്രതിഷേധക്കാർക്കെതിരായ FIR എല്ലാം പിൻവലിക്കുക തുടങ്ങിയ 3 ആവശ്യങ്ങളാണ് CJP പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ചത്. ഇതിൽ പ്രധാന്റെ രാജി ഒഴികെയുള്ള 2 ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുവെന്ന് CJP പറയുന്നു. പ്രധാന്റെ രാജിയാണ് തങ്ങൾക്ക് പ്രധാനമെന്നും ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പ്രതിനിധികൾ പറഞ്ഞു. മാത്രമല്ല, പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ സമരം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും CJP മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വം നടക്കുന്ന സമരം 35 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഇതേ ആവശ്യം ഉന്നയിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് ആരംഭിച്ച നിരാഹാര സമരം കഴിഞ്ഞ ദിവസം അവസാനിക്കുകയും ചെയ്തു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരു ശിക്ഷാ നടപടിയും സ്വീകരിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയതോടെയാണ് സോനം വാങ്ചുക് വ്യാഴാഴ്ച രാത്രിയോടെ തന്റെ സമരം അവസാനിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ കേസിൽ കേന്ദ്ര സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്രം സ്വീകരിക്കുന്ന നടപടികൾ വർഷം മുഴുവൻ നിരീക്ഷിക്കുമെന്നും അറിയിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുന്ന വേളയിലാണ് സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം. രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ ശക്തമായ സ്ഥാപന സംവിധാനം രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും കോടതി ചൂണ്ടിക്കാട്ടി. വാദത്തിനിടെ വിദ്യാർത്ഥികളെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും നീതിയുക്തമായ പരീക്ഷ ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാണെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിക്കുകയും ചെയ്തു. സർക്കാർ ഇപ്പോൾ സമരക്കാരോട് അനുഭാവപൂർണമായ നടപടികൾ എടുക്കുമ്പോൾ തന്നെ സമരത്തിനുള്ള പിന്തുണയും ഏറി വരികയാണ്. ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്നവർക്ക് ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്ത് നൽകുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും വലുത് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഓൺലൈൻ ഭക്ഷണ ഓർഡറാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. നാഗാലാൻഡ് സ്വദേശിയായ ഷാലു ആണ് വലിയ തുക ചെലവാക്കി സമരക്കാർക്ക് വേണ്ടി ഭക്ഷണം ഓർഡർ ചെയ്തത്. ഷാലു തന്നെയാണ് ഇക്കാര്യം ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്തത്. പ്രമുഖ പിസ്സ ബ്രാൻഡായ ഡൊമിനോസിൽ നിന്നും ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമായ സൊമാറ്റോ വഴിയാണ് അദ്ദേഹം ഫുഡ് ഓർഡർ ചെയ്യുന്നത്. ഡൊമിനോസിലെ ഫാം ഹൗസ് ചീസ് ബസ്റ്റ് പിസ്സകൾ 150 എണ്ണമാണ് അദ്ദേഹം ഓർഡർ ചെയ്തത്. അതിനായി 67,000-ൽ കൂടുതൽ രൂപയാണ് അദ്ദേഹം ചെലവിട്ടത്. സമരവേദിയിൽ ഭക്ഷണം കഴിക്കാത്തവരായുള്ള എല്ലാവർക്കുമായി ഇത് വിതരണം ചെയ്യണമെന്ന് ഡെലിവറി എക്സിക്യൂട്ടീവിനോട് അദ്ദേഹം പ്രത്യേകമായി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്റെ സഹോദരന്മാർ അവിടെ പട്ടിണി കിടക്കുകയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മെച്ചപ്പെട്ട ഭാവിക്കും ന്യായമായ വിദ്യാഭ്യാസത്തിനുമായി ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുമ്പോൾ ഞാൻ അവിടെ നിന്നും ഒരുപാട് ദൂരെ ഇവിടെ നാഗാലാൻഡിലാണ്. എനിക്ക് അവർക്കൊപ്പം ഉണ്ടാകാൻ കഴിഞ്ഞില്ല. അതിനാൽ ഇത്രയെങ്കിലും ഞാൻ ചെയ്യേണ്ട എന്നാണ് ഷാലു ചോദിക്കുന്നത്.